ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യേശുവോടൊപ്പം ഇത്തിരി നേരം. ഇന്നത്തെ വചനം സങ്കീർത്തനം 91 1 വാക്യം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അതേ ദൈവമക്കളെ, നമ്മുടെ സംരക്ഷണം അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിൻ കീഴിലുമാണ്. ഇവിടെ ദാവീദ് പറയുന്നു, ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലാണ് എനിക്ക് സംരക്ഷണമെന്ന്. വലിയ വീടാണേലും ചെറിയ വീടാണേലും ചില സംരക്ഷണങ്ങൾ നമുക്ക് ലഭിക്കും. എന്നാൽ കോവിഡ് ടൈം നമ്മെ പഠിപ്പിച്ചു, ആർക്കും ഒരിടത്തും ഒരു സംരക്ഷണമില്ല എന്ന്. അവിടെ എല്ലാവരും ദൈവമേ എന്ന് വിളിച്ചു. ഞാനിവിടെ പറയുന്നത് നമ്മെ രക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും പറ്റുന്ന ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവാണ്. ഞാനിത് പറയുമ്പോൾ ആരെയും അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയല്ല. എനിക്ക് കിട്ടിയ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ നാളുകളിൽ ദൈവം ആഗ്രഹിക്കുന്നത് ആ സംരക്ഷണ വലയത്തിലേക്ക്, യേശുവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് നാം കൂടുതൽ തിരിയണം എന്നാണ്. നാം ചെറുതായിരിക്കുമ്പോൾ ഇടിയോ മിന്നലോ വരുമ്പോൾ ഓടിപ്പോയി നമ്മുടെ മാതാപിതാക്കളുടെ മടിയിൽ ചാടിക്കേറിയിരിക്കുമല്ലേ? ചിലർ അവരുടെ കാലിൽ ചുറ്റിപ്പിടിക്കും. അവരെന്ത് ചെയ്യും? 2 കരങ്ങളും കൊണ്ട് നമ്മെ ചുറ്റിപ്പിടിക്കും. തള്ളി മാറ്റുമോ? ഇല്ല. അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഇതേ കാര്യമാണ് സംഭവിക്കുന്നത്. അവൻ നമ്മെ അങ്ങ് ചുറ്റിപ്പിടിക്കുന്ന അനുഭവം. എത്ര പേർ ആ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം സ്വന്തം രക്തം നൽകി പാപം ക്ഷമിച്ച് മക്കളാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. അവൻ്റെ ചങ്ക് പിളർന്ന് നമ്മെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അപ്പൻ്റെ ചങ്കാണ് നമ്മൾ. ഹല്ലേലൂയ. ചെറുപ്പക്കാർ പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ചങ്കാണ്. ആ ബോധ്യത്തോടെ നിന്നാൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ തൊടാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കരം നമ്മെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. നാളെ എന്തു സംഭവിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടണ്ട. എല്ലാ ഭയത്തിൻ്റെ ശക്തിയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. ഹൃദയങ്ങൾ ഫ്രീ ആകട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ സംരക്ഷണം കോട്ടമതിലായി നമുക്ക് ചുറ്റുമിരിപ്പുണ്ട്. ധൈര്യമായിരിക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.